കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. എക്സസൈസുകാർ ഇങ്ങനെ മറ്റേ സോഷ്യലിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടും ഒരനക്കവും ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പൊ ആദ്യ ദിവസം തന്നെ വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഒരു ദിവസം 2 ക്ലാസ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ നടക്കുന്നുള്ളൂ. അപ്പൊ ഒന്നിട്ട് ലെവലായിട്ട് എന്ത് ചെയ്യാ എടുക്കാന്ന് പറഞ്ഞിട്ടിരുന്ന. അപ്പത്തേക്ക് ഇന്നലെ എന്ത് ചെയ്തു, അവിടെ നമ്മളെ LDCയുടെ മെയിൻ്റെ സിലബസ് ഒക്കെ വന്ന് അതിന്റെ ചർച്ചകളൊക്കെ കൂടെ ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, അതിന്റെ സ്പെഷ്യൽ വെക്കേണ്ടി വന്നു. അപ്പൊ ഇന്നെന്തായാലും നമുക്ക് HSA സോഷ്യൽ സയൻസിന്റെ കാര്യം. അപ്പോ നിങ്ങൾക്ക് നോർമലി അറിയാം, ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ 5-ൽ കൂടുതൽ, അതായത് 5-ൽ കൂടുതൽ PSC എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പോളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ട്രൂ അടിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫാൾസും കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേര് HSA അല്ല ഏതെങ്കിലും ഒരു PSC 5 PSCയിൽ കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ട്രൂ, ഇല്ലെങ്കിൽ ഫാൾസ്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 78% ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5-ൽ കൂടുതൽ PSC എഴുതിയിട്ടുണ്ട്. ഒരു 22% ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, PSC 5-ൽ കൂടുതൽ എഴുതിയിട്ടില്ല. ഓക്കെ. അപ്പൊ ആ കാര്യം കൂടെ എന്ത് ചെയ്യാനാണ് നമുക്ക് ഈ പ്രിപ്പറേഷന്റെ കൂട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു HSA കാത്തിരിക്കുന്നത് B.Ed കഴിഞ്ഞ ഒരാളുടെ, B.Ed സോഷ്യൽ സയൻസ് കഴിഞ്ഞ ഒരാളുടെ സ്വപ്നമാണ് ഇത്, HSA എഴുതാൻ പറ്റുക എന്ന് പറയുന്നത്. പക്ഷെ മിക്കവാറും ആളുകൾ കാത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു HSA എഴുതി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഒരു HSA ഒരു 1.5 പഠനമൊക്കെ പഠിച്ചിട്ട് ഒന്നങ്ങോട്ട് ആഞ്ഞു പിടിക്കാന്നൊക്കെ എന്ത് ചെയ്യും, മനസ്സിലിങ്ങനെ തോന്നും. പക്ഷെ ആ പരിപാടി ഏതിന് നടക്കൂല, ആ പരിപാടി HSAക്ക് നടക്കൂല. കാരണം ഇതിനു മുമ്പ് 2012 വിളിച്ചിട്ട് എക്സാം നടന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാ, 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എത്രയായി, 16. എന്നിട്ട് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എത്രയായി, 18. എത്ര വർഷം എടുത്തു, 6 വർഷം എടുത്തു അല്ലെ? ഇപ്പൊ 2012 കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് 16 എക്സാം നടന്നു. ഇപ്പോ 21 വിളിച്ചു അല്ലെ, 21 വിളിച്ചു. അത് വെച്ചിട്ട് ഇനി ആരും എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. അപ്പൊ ഇതേപോലെ 4 വർഷം ഇനിയും എടുക്കുവോ എന്നാരും എന്ത് ചെയ്യണ്ട, വിചാരിക്കണ്ട. അപ്പത്തെ സാഹചര്യമല്ല ഇപ്പത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSAയുടെ ലിസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് 4.5 വർഷമൊക്കെ വലിച്ചു നീട്ടി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡ് ആയിരുന്നു അന്ന്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ PSCക്കുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പരീക്ഷകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അത് ലിസ്റ്റ് കഴിഞ്ഞോ മറ്റേത് ലിസ്റ്റ് തീർന്നോ എന്നൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ട്രെൻഡ് മാറി. എന്തായാലും എന്ത് ചെയ്യണ്ട, E+4 എന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഇത് നമുക്ക് എന്ത് ചെയ്യും, 21 അവസാനം അല്ലെങ്കിൽ 22 തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും, പരീക്ഷ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. ഒന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ എങ്ങനെ ഒരുങ്ങണ്ട, നിലവിൽ പുതുക്കത്തോടുകൂടെ B.Ed കഴിഞ്ഞ ആളുകൾ ആരെങ്കിലും കേട്ടിട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇത് എങ്ങനെ ഉണ്ട് നോക്കാം, എന്നിട്ട് അടുത്ത HSAക്ക് ആ താപ്പാനകളൊക്കെ പോയി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മാറ്റി വയ്ക്കണം എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ ചിന്ത തന്നെ അങ്ങോട്ട് എന്ത് ചെയ്തോളുക, മാറ്റിക്കോളുക. ആദ്യമായിട്ട് എഴുതുന്ന HSA പരീക്ഷ തന്നെ അരയും തലയും മുറുക്കിയിട്ട് തന്നെ ഇറങ്ങുക. ഇത് അടിച്ചിട്ട് ടീച്ചർ ആവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ കേട്ടോ. അപ്പോ ഇനിയൊരു HSA എന്റെ ജീവിതത്തിൽ ഇല്ല എന്നെന്ത് ചെയ്യുക, ഇതിനെ ആദ്യം തന്നെ കാണുക കേട്ടോ. ഈ ഒരു HSA പരീക്ഷയെ ഇനി എന്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതും എന്നുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, കാണുക. മറ്റൊന്ന്, അത്യാവശ്യം ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. ഈ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ
36 അല്ലെങ്കിൽ 40 നിൽക്കുന്നവരൊക്കെ എൻ്റെ അവസാനത്തെ ഒരു എക്സാം ആണ്, എനിക്ക് ഇതും കൂടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തുടക്കത്തിലേ തോന്നുന്നൊരു കാര്യമാണ് ബാക്കിയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ പഠിച്ചെത്താൻ പറ്റും, എന്നെ കൊണ്ട് എളുപ്പത്തിലൊന്നും പഠിച്ചെത്താനൊന്നും സാധിക്കൂല എന്നുള്ളൊരു കോംപ്ലക്സ് തുടക്കം മുതൽ അവരുടെ കൂടെ ഉണ്ടാവും. അതിലൊന്നും യാതൊരു കാര്യവുമില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാനുള്ള ഒരു നമ്പർ മാത്രമാണ് ഇത് വയസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിച്ചെത്തില്ല എന്നുള്ള ആ ലെവലിലേക്കൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. അപ്പൊ അതും ഈ ഓർമ്മയും നമ്മളെ പഠനവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പലരും പഠിക്കേണ്ട കാലത്ത് പോലും ഇത്രത്തോളം പഠിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും, പഠിക്കേണ്ട കാലത്ത് പോലും ഞാൻ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഇപ്പൊ തോന്നാറുണ്ട്. അപ്പൊ അതിനേക്കാളും കപ്പാസിറ്റി കൂടിയിരിക്കല്ലേ ഇപ്പോ, അല്ലെ? അന്ന് നല്ല ഓർമ്മയും കാര്യങ്ങളും ഒന്നും ഉണ്ടായ സമയത്ത് നമ്മൾ അത്രയൊന്നും പഠിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നല്ല പഠനം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കപ്പാസിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, കൂടിയിരിക്കുകയാണ് എന്നുള്ളത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും പറയാം. അപ്പൊ ആ ഒരു കോംപ്ലക്സിന്റെ ആവശ്യവും ഇല്ല, ഒന്നുമില്ല. ഇനിയോ മറ്റൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5ൽ കൂടുതൽ എക്സാം എഴുതാത്ത ആളാണെങ്കിൽ, മിനിമം ഒരു 5 PSC എങ്കിലും എഴുതാത്ത ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മുമ്പ് കഴിഞ്ഞ LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, VEOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, LPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, UPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ ഈ മറ്റേ നഴ്സറി ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറും ഏകദേശം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ PSC ത്രില്ലറിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ HSA ആണെങ്കിലും UPSA ആണെങ്കിലും HSST ആണെങ്കിലും കോളേജിയറ്റ് ആണെങ്കിലും ഏത് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒക്കെ ഉള്ളത് PSC എഴുതി പരിചയമുള്ള ആളുകൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പക്ഷെ അവരുടെ അടുത്തൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത്ര വലിയ പഠനമൊന്നും ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ മറ്റ് PSC എഴുതുന്നതുകൊണ്ട് ആ ഒരു ടച്ച് ഉള്ളത് കൊണ്ട് ഇതിലും വലിയ നെഗറ്റീവ് ഒന്നും അടിക്കാതെ കയറി വരാൻ പറ്റി. അതേ ലിസ്റ്റുകളിൽ ഈ പറയുന്ന 5-6 മാസമൊക്കെ കോച്ചിങ്ങിന് പോയിട്ട് സബ്ജക്റ്റ് ഒക്കെ നല്ല തറവായിട്ട് വന്ന ആളുകൾ, നന്നായിട്ട് മാർക്കും ഉണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്, പരീക്ഷാ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പരീക്ഷ ഹാളിൽ വെച്ച് കുറെ നെഗറ്റീവ് അടിച്ചു കൂട്ടി എക്സാം ഉള്ളതും കൂടെ കൊളാക്കിയിട്ട് വന്നു. അതൊരു 30-60 റാങ്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആ പണി ചെയ്തിട്ടാണ് അത്ര റാങ്കിലേക്ക് പുറകിലായി പോയത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, കഴിഞ്ഞ LP UP എഴുതിയിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ HSST എഴുതിയിട്ടോ ഉണ്ടെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് പലർക്കും വന്നിട്ടുണ്ടാവും ഈ ഒരു ലെവലിലേക്ക്. കാരണം പരീക്ഷ പ്രത്യേകിച്ച് അവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ പോലും അറിയാതെ കുറെ നെഗറ്റീവ് അങ്ങോട്ട് വന്നു പോയി. കാണുമ്പോൾ തോന്നും ശരിയാണ് എന്നുള്ള ആ ഒരു പറച്ചിലാണ് പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, വന്നിട്ട് പറയുന്നത്. അപ്പൊ അത് ആദ്യം മുന്നിൽ കാണണം. നമുക്ക് എക്സാം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ലെവലിൽ നമ്മൾ എക്സാം എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. പിന്നെയോ ബാക്കിയുള്ളവരെ പോലെ വലിയൊരു കോമ്പറ്റീഷൻ ഏതിനുണ്ടാവില്ല. നിങ്ങൾ പേടിക്കുന്ന പോലത്തെ കോമ്പറ്റീഷൻ ഒന്നും HSA പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആൾറെഡി ഒരു എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു നോർമൽ PSCക്ക് മാറ്റുരച്ച് ആ കോമ്പറ്റീഷനിൽ ഉണ്ടാവുന്ന ആള് മിക്കവാറും ഒരു ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ജോലി കിട്ടിപ്പോയ ആള് പിന്നെ കേട്ടിട്ടൊന്നും എഴുതിയെടുക്കാനൊക്കെ, ഇനി അഥവാ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കയ്യിൽ കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോ ഒരു LD ക്ലർക്കായിട്ട് പോയിട്ട് B.Ed ഒക്കെ ഉള്ള ആളാണെങ്കിലും ഇതൊക്കെ തന്നെ മതി, എന്തിനാ ഇപ്പൊ ഇനി വേറെ പരീക്ഷയ്ക്കൊന്നും പഠിക്കാനൊന്നും വയ്യ, എനിക്ക് കുട്ടികളെ നോക്കാൻ തന്നെ സമയമില്ല, ഇനിയിപ്പോ പഠിക്കാനൊന്നും മെനക്കെടാനൊന്നും എന്നെ കൊണ്ട് വയ്യ എന്നും പറഞ്ഞിട്ടിരിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. പിന്നെ ഇതാരാ ഇപ്പൊ മാറ്റിവെക്കുന്നത് പറയുന്നത്, കേട്ടിട്ടൊക്കെ പാസ്സായി, ബാക്കിയുള്ള PSC ആണെങ്കിൽ നല്ല കാലത്തോട്ട് നോക്കിയതുമില്ല, ഇപ്പോഴോ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു
എല്ലാവിധ യോഗ്യതയുണ്ട് എന്ന ഒരു പണിയും ഇല്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, തള്ളി 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 അവിടുന്നും ഇവിടുന്നും ഓരോ തട്ടുകൾ കിട്ടുന്ന ആളുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന HSAക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ടീച്ചർ ആയാൽ കൊള്ളാം, ടീച്ചർ ജോലിയാണ് നല്ലത്, ടീച്ചറെ ഞാൻ ആവൂ, ടീച്ചർ ആയാൽ മാത്രം മതി എനിക്ക് എന്നൊക്കെ പറയുന്ന കുറെ അഭിപ്രായമുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ആരും വലിയ മലമറിക്കുന്ന ആളുകളും ഇല്ല. അപ്പൊ എല്ലാം എന്താണ്, എല്ലാം മിഡിലിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ മിഡിലിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഉയർന്ന് പൊങ്ങാനും പറ്റും, അതേപോലെ പൊങ്ങിയിടത്തുനിന്ന് താവാനും പറ്റും. രണ്ടും ഒരാൾക്ക് തന്നെ സാധിക്കുന്നുള്ളതാണ്. മനസ്സിലായോ? ഒന്ന് ഉയർന്ന് പൊങ്ങാനും പറ്റും, അതായത് നല്ല മാർക്ക് അടിക്കാനും പറ്റും. എന്നാൽ ഒരു മോശം സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്റെ ഏറ്റവും തറ ലെവലിലേക്ക് താഴാനും പറ്റും ഈ മിഡിലിൽ നിൽക്കുന്ന ആളുകൾക്ക്. അത് ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, എന്ത് ഇന്നത്തെ പരീക്ഷ ഞാൻ കൊണ്ട് കൊളാക്കി എന്ന് പറയും. എന്നാൽ കിട്ടരുതേ എന്ന് വിചാരിച്ചു പോയ പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ പരീക്ഷയ്ക്ക് എനിക്ക് ഞാൻ ഒന്നും പഠിക്കാതെ പോയിട്ടും എനിക്ക് 10-60 മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ വരും, അല്ലെ? അതായത് അത് നമുക്ക് കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കിട്ടണം എന്ന് ആഗ്രഹിച്ചു പോയ പരീക്ഷ ഞാൻ കൊളാക്കിയിട്ട് പോരുകയും ചെയ്തു. ഇതിനൊന്നും എനിക്ക് അത്ര വലിയ മാർക്കൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നന്നായിട്ട് മാർക്ക് അടിച്ചിട്ട് വരികയും ചെയ്യും. അപ്പോ നമുക്ക് മുന്നിൽ ഇനി ഏകദേശം എന്ത് ചെയ്യണം, ഏകദേശം ഒരു 8 മാസമെങ്കിലും മുന്നിൽ നമ്മൾ കാണേണ്ടി വരും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുന്നോട്ട് നിങ്ങൾ പഠിച്ച് പോകും തോറും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എന്ത്, അയ്യോ ഞാനൊക്കെ ഇനി പഠിച്ചാലെത്തുമോ, ഞാനൊക്കെ ഇനി പഠിച്ചാലെത്തുമോ. നിങ്ങളെന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ്. HSA സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് വലിയ കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ട് മാത്രം നേടിയവർ ആയി വരുന്നത് കൊണ്ട് അത്ര വലിയൊരു കോമ്പറ്റീഷനോട് സാധ്യത ഇല്ല. പക്ഷേ ഇവിടെ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രേന്റെ ഉള്ളിൽ വരണം, 50-നുള്ളിൽ വരണം. അതായത് നമ്മളൊരു ജോലി ഉറപ്പിക്കണമെങ്കിൽ, നമുക്ക് ആദ്യത്തെ ഒരു വർഷം ജോലി ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എത്രേന്റെ ഉള്ളിൽ വരണം, ആദ്യത്തെ ഒരു 50-നുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വരണം. ഇത് ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ആളുകൾ വിചാരിച്ചു എന്ത്, ഒരു 50-നുള്ളിലൊക്കെ വന്നാൽ അപ്പൊ ജോലി കിട്ടുമല്ലേ. എന്നാൽ കുറച്ച് ആളുകൾ ഇപ്പൊ തന്നെ വിചാരിച്ചു എന്ത്, 50-നുള്ളിൽ എത്തിയാലേ കിട്ടുന്നുള്ളൂ, എന്നാ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ഇല്ല, ആ 50ഒക്കെ ഇപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫില്ലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ആളുകളുണ്ട്. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനാണെങ്കിലും 2 രീതിയിൽ വിചാരിക്കും എന്നുള്ള ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കുന്ന ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ആ ലെവലിലേക്ക് നിങ്ങൾ ഒരിക്കലും എടുക്കണ്ട. കാരണം നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ വിശ്വാസം വേണം എന്ത്, കാരണം ആർക്കെങ്കിലും റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് കൊടുത്തിട്ടോ നമുക്ക് എയ്ഡഡ് കോളേജിലോ എയ്ഡഡ് സ്കൂളിലോ പൈസ കൊടുത്തിടുന്ന പോലെ ഈ 50-ൽ ഒരെണ്ണം എനിക്ക് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഫിക്സ് ചെയ്തിടാൻ പറ്റുമോ, ഫിക്സ് ചെയ്ത് ഇടാൻ പറ്റില്ല. അപ്പൊ ഈ 50 എന്താണ്, 50 നമുക്ക് വേക്കന്റ് ആണ്. ഇത് ഓരോ ജില്ലകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓരോ ജില്ലകളിലും എന്തായാലും 50 അതിന് മുകളിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, പോവാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ വരാനുള്ള എന്താണെന്നറിയോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രം നോക്കിയ സമയത്ത്, പത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലൊക്കെ നിറയെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. എന്താ, വിരമിച്ചു 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 എന്ന് പറഞ്ഞിട്ട്, അല്ലെ? മുമ്പൊന്നും നിങ്ങൾ കാണാതത്ര കുറെ ഫോട്ടോസ് വിരമിച്ചു വിരമിച്ചു എന്നും പറഞ്ഞിട്ട് കുറെ സ്കൂൾ ടീച്ചേഴ്സും മറ്റും ഓഫീസ് സ്റ്റാഫും ഒക്കെ എന്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2021-ലും 22-ലും 23-ലും ഇഷ്ടം പോലെ റിട്ടയർമെന്റ് ഉണ്ട്. 2021, 22, 23 വർഷങ്ങളിൽ എന്തുണ്ട്, ഇഷ്ടം പോലെ റിട്ടയർമെന്റ് ഉണ്ട്. അപ്പൊ ഒരു സൂപ്പർ ചാൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഒരു നോർമൽ കേസിലാണ് 50 എന്ന് പറഞ്ഞത്, അത് തൊട്ട് പുറകിലേക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇറങ്ങാറുണ്ട്. അപ്പൊ അത് നല്ലൊരു ചാൻസ് ആണ്. അത് എന്ത് ചെയ്യാൻ പറ്റണം, തുടക്കം മുതൽ തന്നെ ഹൈസ്കൂൾ ടീച്ചർ ആയിട്ടേ ഇനി എനിക്ക് ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. മനസ്സിൽ ആദ്യമേ കുറിച്ചിടുക, ഹൈസ്കൂൾ ടീച്ചർ ആയിട്ടേ ഇനി എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടിയുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, ആ ലെവലിലേക്ക് ഉറപ്പിച്ചിടുക. പിന്നെയോ, ഇപ്പോ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, ഒരു മാസം, അതായത് ഒരു ജൂൺ
കഴിഞ്ഞ് ഒരു ജൂലൈ 5-ാം തീയതി വരെയൊക്കെ ഭയങ്കര പഠനമായിരിക്കും. ഒരു ജൂലൈ 10-ാം തീയതിയൊക്കെ HSA പരീക്ഷയൊക്കെ നടത്തുകയാണെങ്കിൽ കുറെ പേരെന്ത് ചെയ്യും, ഈ ദമ്മിൽ അങ്ങോട്ട് കയറിപ്പോകുന്ന കുറെ ആളുകളുണ്ട്. ഇത് 5-8 മാസം മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യേ നിൽക്കണം. അല്ലാതെ ഈ ഒരു മാസം ഭയങ്കര കത്തലൊക്കെ കത്തിയിട്ട് പിന്നെ അങ്ങ് കെട്ടുപോയിട്ട് ലാസ്റ്റ് നമ്മളോട് കൺഫർമേഷൻ കൊടുക്കാൻ വരുമല്ലോ, ആ കൺഫർമേഷൻ കൊടുക്കാൻ വരുന്ന സമയത്ത് കത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പൊ തുടങ്ങണം. കാരണം നിങ്ങൾക്ക് ചെറിയൊരു ഏരിയ അല്ല പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ചെറിയ ഒരു ഏരിയ അല്ല. ബാക്കി കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സബ്ജക്ട് പഠിച്ചാൽ മതി. ഇവിടെ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ഒരറ്റത്ത് നിന്ന് അങ്ങ് തുടങ്ങുക. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, ജസ്റ്റ് ആ സിലബസിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ സിലബസ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത്ര വൈഡായിട്ടൊന്നും പറയുന്നില്ല. എന്തൊക്കെ ടോപ്പിക്കുകളാണ്, എങ്ങനെയൊക്കെ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. പിന്നെ ആദ്യമേ എന്ത് ചെയ്യുക, ഞാൻ ഇപ്പൊ മുതൽ പഠിച്ചിട്ട് എത്തുമോ എന്നുള്ള ചിന്താഗതി ഒഴിവാക്കുക. ഇപ്പൊ മുതൽ പഠിച്ചിട്ട് എത്തുമോ എന്നുള്ള ചിന്താഗതി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമ്മളിപ്പോ ഏത് സിലബസേ പറയുന്നുള്ളൂ, പഴയ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം നമുക്ക് ഒരു പേടിയും കൂടാതെ എന്ത് ചെയ്യാം, പഠിക്കാം. കാരണം സോഷ്യൽ സയൻസ് എന്നും സോഷ്യൽ സയൻസ് തന്നെയാണ് കേട്ടോ. സോഷ്യൽ സയൻസ് എന്നും സോഷ്യൽ സയൻസ് തന്നെ, അതിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ, സബ്ജക്റ്റിൽ മാറ്റം ഉണ്ടാവില്ല. അതിന്റെ പുറമെ പുറം ചട്ട മാറ്റണോ, അതായത് റിനൈസൻസ് ഉൾപ്പെടുത്തണോ, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തണോ എന്നുള്ളത് കാര്യം മാത്രം ബികോംകാർക്കല്ല, എംകോംകാർക്കാണ് കേട്ടോ. എംകോംകാർക്കാണ് എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷനിൽ ബികോം എന്ന് കൊടുത്തിട്ടുണ്ടോ? എംകോം അല്ലേ പറഞ്ഞിരിക്കുന്നത്, മുമ്പേ വരുന്നത് എംകോം ആണ്. ബികോമും ഉണ്ടോ? ബികോം ഉള്ളവർ BEd എടുക്കൂലല്ലോ, എംകോം ഉള്ളവരല്ലേ BEd എടുക്കുള്ളൂ. BEd കമ്പൽസറി ആണ് അവിടെ കേട്ടോ, BEd കമ്പൽസറി ആണ് അവിടെ. അവിടെ എന്തുകൊണ്ടാണ് ബികോം എന്നുള്ളത് കേട്ടോ. വെറും ബികോം എടുത്തവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, BEd ഇല്ലല്ലോ, അപ്പൊ പിന്നെ അതില്ല കേട്ടോ. എംകോം BEd ഓക്കെ, എംകോം BEd ഓക്കെ കേട്ടോ. എംകോം വിത്ത് BEd ഉണ്ട്. അപ്പോ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സിലബസിനെ കുറിച്ചിട്ട് ഇനിയിപ്പോ പുതുതായിട്ട് മാറി വന്നാലും ഈ കണ്ടന്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മൊഡ്യൂള് 1 എന്ന് പറയുന്നത് റിനൈസൻസ്, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ പഠിക്കണം, സബ്ജക്റ്റിൽ പഠിക്കണം. പാർട്ട് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഴയതിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്, റിനൈസൻസ് ആണ്. കേരള റിനൈസൻസ് എന്ന് പറയുന്നത് നമ്മളെ ശ്രീനാരായണ ഗുരു, ആകമാനന്ദ, നമ്മളെ LP UPയുടെ പരീക്ഷക്കൊക്കെ ഒരു 20 ക്വസ്റ്റ്യനോളം വന്നില്ലേ അല്ലെ? LP UPയുടെ പരീക്ഷയ്ക്ക് ഒരു 20ഓളം ക്വസ്റ്റ്യൻ വന്നില്ലേ ഒരു പരീക്ഷയില്? അപ്പോ അതാണ് ഒന്നാമത്തെ പാർട്ട്. അത് നമുക്ക് ഇനിയിപ്പോ സിലബസിൽ ഉൾപ്പെടുത്തിയാലും ഇല്ലെങ്കിലും നമുക്ക് എവിടെ പഠിക്കണം, സബ്ജക്റ്റിൽ നമുക്ക് നിർബന്ധമായിട്ട് അവിടെ പഠിക്കണം. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. എണ്ണാമത്തത് കറണ്ട് അഫയേഴ്സ് ചെറുതായിട്ടൊക്കെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സ് 1-2 ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, കയറി വരാം. അത് ആ സമയത്ത് മാത്രം, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കറണ്ട് അഫയേഴ്സ് നോക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് സിലബസിൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യാൻ മതി, നോക്കിയാൽ മതി കേട്ടോ. ഇനി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്ത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, കറണ്ട് അഫയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പിന്നെ വേറെ GKക്ക് അവിടെ ഒരു സ്കോപ്പ് ഇല്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മെത്തഡോളജി ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന ഭാഗം, ഇതിൽ സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സൈക്കോളജി എന്നൊന്നും പറഞ്ഞ് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ മുമ്പൊക്കെ എത്ര മാർക്കേ വന്നിട്ടുള്ളൂ, മാക്സിമം ഒരു 5 മാർക്ക് കേട്ടോ. ഒരു 5 മാർക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ ആകെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ LPക്കോ അല്ലെങ്കിൽ UPക്കോ പഠിക്കുന്ന പോലെ 20 മാർക്കിന് വലിയൊരു റേഞ്ചിൽ ഏത് പ്രതീക്ഷിക്കണ്ട, ഈ പാർട്ട് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇത് വന്നാലും നമുക്ക് കിട്ടുന്ന തരത്തിലായിരിക്കും എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരുന്നത്. ഒന്നുകിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, എഡ്യൂക്കേഷൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് ഇൻ ദ ഇയർ. Which of the following is not an appropriate tool for formative assessment?
Reliability is a necessary but not sufficient condition for validity. Which of the following is not one of the steps in action research? Teacher as per NCF 2005 is. ഇങ്ങനെയുള്ള 5 ചോദ്യങ്ങളാണ്. ഇത് നോർമൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ 5-ൽ, അതായത് ഇപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് സൈക്കോളജി ഒന്നും കേൾക്കാത്ത, ഈ പാർട്ടൊന്നും കേൾക്കാത്ത ഒരാളാണെങ്കിൽ ഈ 5-ൽ തുറന്നു പറയുകയാണെങ്കിൽ 0 ആയിരിക്കും. അല്ലെ? ഒറ്റയടിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ വായിക്കാത്ത ഒരാളായതുകൊണ്ട് നമുക്ക് എന്താണ് 0 ആയിരിക്കും. എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ, അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ലെവൽ ആണെങ്കിൽ ചിലതൊക്കെ എനിക്ക് കിട്ടും എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായോ? അതായത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ എക്സാം മലയാളത്തിലായിരിക്കും, ഈ പാർട്ട് ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. ഇത് ഇംഗ്ലീഷിലാവാനാണ് സാധ്യത. കാരണം ഹൈസ്കൂൾ എന്ന് പറയുന്നതും പ്രത്യേകിച്ച് ഡിഗ്രിക്ക് മുകളിലുള്ളതായതുകൊണ്ട് നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ തരാനേ ചാൻസ് ഉള്ളൂ ഈ പാർട്ട് കേട്ടോ. അപ്പൊ സംഭവം മനസ്സിലായോ? അപ്പൊ ഇവിടെ നോർമലി PSCക്ക് ഇറങ്ങാത്ത ഒരാളാണെങ്കിൽ, HSIക്ക് മാത്രം ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യൂല, എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലേക്ക് വന്നത് ഏതാണ് എന്നുള്ള കറക്റ്റ് വർഷം അയാൾ ഓർത്തിരിക്കൂല. നോർമൽ PSCക്ക് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ അത് ഇത്രാമത്തെ ഭേദഗതിയിലാണ്, ഇന്ന വർഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അയാൾക്ക് അറിയും. അതേപോലെ തന്നെ ഇവിടെ ടൂൾസും ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും കറക്റ്റ് ആയിട്ട് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യുള്ളൂ, അതും അറിയുള്ളൂ. റിലയബിലിറ്റി, വാലിഡിറ്റി, ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫാക്ടേഴ്സ് ഓഫ് ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പോ ഇത് ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ട് നമുക്ക് എത്ര മാർക്കേ ഉള്ളൂ? ഈ പാർട്ട് നമുക്ക് 5 മാർക്കേ ഉള്ളൂ. പക്ഷേ ഈ 5-ന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഭാഗം നോക്കുന്നേ വേണ്ടി വരും. അല്ലെങ്കിൽ ഈ 5 0 ആയി പോകും, അല്ലെങ്കിൽ ഈ 5 നമുക്ക് 0 ആയി പോകും. അപ്പൊ ഈ പാർട്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര ഒഴിവാക്കാൻ സാധ്യമല്ല. ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, റെക്കോർഡ്സ് ഓഫ് സ്പെസിഫിക് ഇൻസിഡൻസ് ഓഫ് എ സ്റ്റുഡന്റ് ബിഹേവിയർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം, ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം നമ്മൾ പഠിക്കുന്നില്ലേ. ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ proposed by the tool of the hands of artist, a test which provide provision for remedial teaching, the element of models of teaching which denotes. ഈ ഒരു രീതിയിൽ 5 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാലും ഇത് എന്ത് ചെയ്യാം, ഒക്കെ നമുക്ക് ആ റേഞ്ചിൽ തന്നെയാണ്. മീനിങ് ടീച്ചർ മൂവ്മെന്റ്സ്, which among the following describe the relationship between teacher and pupils, the cognitive process, a chemistry teacher. ഇത് പിന്നെ സബ്ജക്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ചിലത് സബ്ജക്ട് ബേസ്ഡ് വരാം, എന്നാൽ പോലും ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തില്ല, മെത്തഡോളജി പെഡഗോജി ഭാഗത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ല. മനസ്സിലായോ? അതായത് നമ്മൾ നോർമലി LP UPയിലൊക്കെ കാണുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളില്ല അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇല്ല. അതായത് നമുക്ക് ആ ഏരിയ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കിട്ടുന്നുള്ളൂ. ഇത് ആൾറെഡി എന്ത് ചെയ്താണ്, ഇപ്പൊ LP UPക്കാർ ഇതിലുണ്ടെങ്കിൽ അവരിത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 20 ക്ലാസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. കാരണം ഇത് ആൾറെഡി എന്ത് ചെയ്താണ്, ആൾറെഡി എടുത്തതാണ്. അവർക്ക് പക്ഷെ നല്ല ഗുണം ഉണ്ടായി. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 20 മാർക്ക് ഉണ്ടായിരുന്നു. ചെറിയ മാർക്കല്ല. 20 മാർക്കിന് ആ ചോദ്യം വരുമ്പോൾ അത് റാങ്ക് നിർണയത്തിൽ നല്ലൊരു പാർട്ടായിട്ട് എന്ത് ചെയ്തു, അവിടെ കയറി വരികയും ചെയ്തു. അപ്പോ മെത്തഡോളജി ആ ഒരു പാർട്ടിൽ നമുക്ക് ഇവിടെ ഒരു 4 or 5 മാർക്കാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ പ്രതീക്ഷിക്കേണ്ടത്. അത് നോക്കിയാൽ മതി. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോജിയും കൂടെ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും കേട്ടോ. അപ്പൊ ഈ പാർട്ടിൽ 5 മാർക്ക്. ബാക്കി ഫുള്ള് ഇനി നമുക്ക് എന്താണ്, ഹിസ്റ്ററി. ഇത് നമ്മൾ നോർമലി ഇപ്പൊ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയ, ഹാരപ്പ, ഗ്രേക്കോ റോമൻ, റിനൈസൻസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, മോഡേൺ റവല്യൂഷൻസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, വേൾഡ് വാർ, ലീഗ് ഓഫ് നേഷൻസ്. ഇത്രയും എന്താണ്, ഇത് ആൾറെഡി നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ
കംപ്ലീറ്റ് അതിലുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാം ഏതാണ്? നിങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇപ്പൊ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സോഷ്യൽ സയൻസിന്റെ ഒരു പ്ലസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് 5 മുതൽ 10 വരെ കംപ്ലീറ്റ് SCERT ആണ് എന്ത് ചെയ്തത്, അവിടെ തീർത്തത്. ആ ഒരു പാർട്ട് എന്ത് ചെയ്തു, അവിടെ കഴിഞ്ഞു. പിന്നെ അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന സംഭവം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കംപ്ലീറ്റ് SCERT സോഷ്യൽ സയൻസ് എന്ത് ചെയ്യുക, അരച്ച് കലക്കി തന്നെ പഠിക്കണം. പിന്നെയോ അപ്പൊ ഹിസ്റ്ററി അതിൽ കവർ ആവും. പിന്നെ ഈ പറയുന്ന വേദിക് ഏജ്, അതായത് ഇതെല്ലാം ഏതിലുള്ളതാ, ഈ പറയുന്ന ഓരോ മൊഡ്യൂളും വേദിക് ഏജ്, ജൈനിസം, ബുദ്ധിസം, മൗര്യാസ് ആൻഡ് ഗുപ്താസ്, മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി, സുൽത്താനേറ്റ്, മുഗൾ, വിജയനഗര, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അയ്യഗർ സമ്പ്രദായം, നായങ്കര സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ട് വിജയനഗര സാമ്രാജ്യം, കൃഷ്ണദേവരായർ, തുളുവ ഡൈനാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പറയുന്ന എല്ലാം ഇതിപ്പോ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ SCERT ആൾറെഡി നോക്കിയ ആളാണെങ്കിൽ അയാൾക്ക് ഇത് ഓരോന്നും ടേം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ വേദിക് ഏജ്, ജൈനിസം, ബുദ്ധിസം, മൗര്യാസ്, ഗുപ്താസ്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, മിഡീവൽ ഇന്ത്യ. എന്നാൽ SCERT തുറന്നു നോക്കാത്ത ഒരാളാണെങ്കിൽ അയാള് ഇവിടം മുതൽ തന്നെ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഗ്രേക്കോ റോമൻ സിവിലൈസേഷൻ എന്നും പറഞ്ഞിങ്ങ് വരുമ്പോഴത്തേക്ക് അയാൾ പറയുന്നത് ഒരു ലോകം മൊത്തം പഠിക്കാനുണ്ട്, എന്നെ കൊണ്ട് ഇതൊന്നും ആവൂല എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആര് ഹിസ്റ്ററി അല്ലാത്ത സബ്ജക്റ്റുകാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ലെവലിലാണ് എന്ത് ചെയ്യുക, ചിന്തിക്കുക. എനിക്ക് MCOMകാരാണെങ്കിലും പൊളിറ്റിക്സുകാരാണെങ്കിലും എക്കണോമിക്സുകാരാണെങ്കിലും സോഷ്യോളജിക്കാരാണെങ്കിലും ജോഗ്രഫിക്കാരാണെങ്കിലും എല്ലാരോടും പറയാനുള്ളത് SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കരക്കി കുടിച്ചോ, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. നിങ്ങൾ സബ്ജക്ട് ഏതായിക്കോട്ടെ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എവിടുന്ന് വന്നു എന്നുള്ളതും ഏത് ഡിഗ്രി എടുത്തു എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് കാര്യമാക്കുന്നേ ഇല്ല. ഇവിടം മുതൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മൾ SCERT സോഷ്യൽ സയൻസ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുക. ഇതുവരെ ഉള്ളത് ഒന്നുമല്ല, ഇതുവരെയുള്ള നമ്മുടെ അറിവൊക്കെ അവിടെ അങ്ങോട്ട് എന്ത് ചെയ്യുക, മാറ്റിവെക്കുക, അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ അടിക്കാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും മൊഡ്യൂളാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ SCERT നോക്കിയവർക്ക് അറിയാം ഇതിലത്തെ ഓരോ മൊഡ്യൂളും, ഇപ്പൊ സ്ട്രഗിൾസ് ഫോർ ഫ്രീഡം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, ജൈനിസം ആൻഡ് ബുദ്ധിസം ഇൻ കേരള, കേരള ഇൻ ദി സംഗം ഏജ്, പെരുമാൾസ് ഓഫ് മഹോദയപുരം, ഭക്തി മൂവ്മെന്റ്, റൈസ് ഓഫ് മോഡേൺ ട്രാവൻകൂർ, റിനൈസൻസ് അഗൈൻസ്റ്റ് കൊളോണിയൽ, റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് കൊളോണിയലിസം, എല്ലാം എവിടെ ഉള്ളതാ. ഹിസ്റ്ററിക്കാർക്ക് സിമ്പിൾ ഒന്നും ആവില്ല കേട്ടോ. അത് ഹിസ്റ്ററിക്കാരോട് ചോദിച്ചാൽ അറിയുള്ളൂ. എന്ത് അവര് പറയും, ഞങ്ങളുടെ ഹിസ്റ്ററിയുടെ ക്വാളിറ്റി ഒക്കെ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങളൊക്കെ പറയും പോലെ ഞങ്ങളൊക്കെ പേരിൽ ഒരു ഹിസ്റ്ററിക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഞങ്ങളും എന്ത് ചെയ്യണം, ആദ്യം മുതൽ കുത്തിയിരുന്ന് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ A to Z നേരത്തെ നോക്കിയിട്ടില്ലെങ്കിൽ പഠനകാലത്ത് ഇതൊക്കെ പഠിച്ചു വെച്ചതുകൊണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഹിറ്റ്ലറെ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഹിറ്റ്ലറെ അറിയാം, മുസോളിനെ അറിയാം, കേട്ടിട്ടില്ലേ, ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, നാസിസം ഫാസിസം ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ കളകളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നേരിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് ആരുടെയാണ് എന്നങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടൊരു ഉത്തരം വരൂല. കാരണം എന്താ, ഹിറ്റ്ലർ ഉണ്ട് മൈൻഡില്, മുസോളിനി ഉണ്ട് മൈൻഡില്, ബ്ലാക്ക് ഷർട്ട്സ് ഉണ്ട്, റെഡ് ഷർട്ട്സ് ഉണ്ട്, ബ്രൗൺ ഷർട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒന്നെടുത്ത് കൊടുക്കണ്ടേ? അതിന് കഴിയൂല. കാരണം എന്താ, പണ്ട് പഠിച്ച ഹിസ്റ്ററി മൊത്തം ഏകദേശം ഒരു മായാ ലോകം പോലെ അതേപടി ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിക്കാരാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ആർക്കായിരിക്കും? ഹിസ്റ്ററിക്കാർക്കായിരിക്കും. അപ്പൊ മറ്റുള്ളവർ പഠിക്കും പോലെ തന്നെ ആർക്കും A to Z പഠിക്കണം, ഹിസ്റ്ററിക്കാർക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും എന്ത് ചെയ്യണ്ട, വിചാരിക്കണം സോഷ്യൽ സയൻസിൽ എല്ലാവർക്കും ഒരേ സാധ്യതയാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്ത് PSC പരീക്ഷ എഴുതി എക്സ്പീരിയൻസ് ഉണ്ടോ, അത് ഒരു പടി മുന്നിൽ നിൽക്കും. PSC പരീക്ഷ എഴുതി ഒരു പടി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മുന്നിൽ കൊണ്ട് നിർത്തും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇനി ഞാൻ ബാക്കി എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ എക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ആൻഡ് അനാലിസിസ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ SCERT ബേസ്ഡ് ആണ്. പിന്നെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ, സബ്ജക്ട് നമുക്ക് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇന്ത്യൻ ഇക്കോണമി ഇതെല്ലാം എവിടെ വരുന്നുണ്ട്,
ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. പ്ലസ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രം പോരാ കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് മാത്രം പോരാ. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതും ഈ പറയുന്ന മേജർ കൺസെപ്റ്റ്സ് പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, സോവറിറ്റി, പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഇതൊക്കെ ഏതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുള്ളൂ? ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടേക്ക് കയറി ചോദ്യങ്ങൾ വരുള്ളൂ. പിന്നെ ഇവിടേക്ക് എപ്പോഴും ആർക്ക് സ്വാധീനം കൂടും? ഫിലോസഫേഴ്സിന് സ്വാധീനം കൂടും കേട്ടോ, ഫിലോസഫേഴ്സിന് സ്വാധീനം കൂടും. അതായത് നമ്മളെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ കണ്ടിട്ടില്ലേ? കാരണം ഇവരെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും കണ്ടിട്ടുണ്ടാവും, BEd പഠിച്ചപ്പോൾ അവിടെയും കണ്ടിട്ടുണ്ടാവും ഫിലോസഫിയിൽ. അപ്പൊ അതുകൊണ്ട് ആ ആളുകള് നമുക്ക് രണ്ട് രീതിയിൽ മുന്നിൽ വന്ന് ചാടാം കേട്ടോ. അപ്പൊ അവരെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ വോട്ടിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടാക്കിയിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഡ്യൂൾ 6 പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഡിപ്ലോമസി, ഫോറിൻ പോളിസി, കളക്റ്റീവ് സെക്യൂരിറ്റി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ നോട്ടാക്കിയിട്ട് പഠിക്കണം. ബാക്കി പറയുന്ന ഗ്ലോബലൈസേഷൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട്. പിന്നെയോ ഫിസിക്കൽ ജോഗ്രഫി കംപ്ലീറ്റ് എന്താണ്, ടെക്സ്റ്റ് ബുക്കാണ്, വേറെ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, അവിടെ നോക്കാനില്ല, എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ആകെ സിലബസ് പഠിക്കാനുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ കളക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് SCERT, ഒപ്പം LP, UP, HSA, LDC, VEയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇത്രയും കളക്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് മെത്തഡോളജി പ്ലസ് സബ്ജക്ട് പെഡഗോജി ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഹാൻഡ് ബുക്ക്, ഇനി 5 to 7 കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 8 to 10 ആയാലും മതി കേട്ടോ, ഹാൻഡ് ബുക്ക് കളക്ട് ചെയ്യണം. ഹാൻഡ് ബുക്ക് കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ഇൻട്രൊഡക്ടറി ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ചാപ്റ്ററിന് മുന്നേ ആ ചാപ്റ്റർ കുട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതി, അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെന്തൊക്കെയാണ്, ഇതേത് രീതിയാണ്, വൈഗോഡ്സ്കിയുടെ ഏത് മോഡലിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതൊക്കെ എന്നത് ഈ ഓൺലൈനിലുണ്ട്. നമുക്ക് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കിട്ടും കേട്ടോ. ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ ഹാൻഡ് ബുക്കുകളെല്ലാം കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അറിയുന്ന എത്രയോ പേര് എവിടെയൊക്കെ സ്കൂളില് പാർട്ട് ടൈം ആയിട്ടെങ്കിലും വർക്ക് ചെയ്യുന്നില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നവരില്ലേ, അവരുടെ ഇതൊക്കെ ഏതുണ്ടാവും, അതാത് ക്ലാസ്സുകളിലെ ഹാൻഡ് ബുക്ക് അവരുടെ കയ്യിലുണ്ട്. ആ ഹാൻഡ് ബുക്ക് ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തരാൻ പറഞ്ഞാൽ പോരെ, എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ ഇപ്പോ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ പഠിച്ചവരോടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുന്നവരോടോ ഒക്കെ ചോദിച്ചാൽ മതി. ഇനി എന്ത് ചെയ്യുക, എപ്പോ എന്ത് വായിച്ചാലും അവിടെ എന്ത് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾ വെറുതെ ഇന്ന് ഞാൻ ഒരു ദിവസം HSAക്ക് കുറച്ച് സമയം ചെലവഴിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം വായിക്കാം എന്ന് പറഞ്ഞിട്ട് വായിച്ചങ്ങ് വിടരുത്. എപ്പോ നിങ്ങൾ വായിച്ചാലും അതിൽ നിന്നുള്ള കണ്ടന്റ് നോട്ടാക്കുക. അത് ന്യൂസ് പ്രിന്റ് ആക്കണമെങ്കിൽ ആക്കാം, പക്ഷെ പിന്നെ അതേ ന്യൂസ് പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യരുത്, അന്ന് അടുപ്പ് കത്തുന്നില്ല എന്നും പറഞ്ഞ് അത് ചുരുട്ടി കത്തിക്കരുത്. അതും ഉണ്ടാവും ഇതിന്റെ ഇടക്ക്. കാരണം ഇതും കഴിഞ്ഞ് നേരെ ഇതും ചുരുട്ടി പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നേരെ അങ്ങോട്ടേക്ക് കിച്ചണിലേക്ക് പോകുന്നത്, പിന്നെ ഇതും ചുരുട്ടിയിട്ടാണ് നേരെ എന്ത് ചെയ്യുന്നത്, ഊതി കത്തിക്കുന്നത്. അപ്പൊ ആ ലെവലിലേക്ക് നമ്മുടെ നോട്ട് ആവരുത്. നമ്മള് ഞാൻ പറഞ്ഞു, തുടക്കം മുതൽ ഹൈസ്കൂൾ ടീച്ചർ ആയിട്ടേ ഇനി എനിക്ക് വേറെ പരിപാടിയുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടെ തന്നെ എന്ത് ചെയ്യുക, തുടങ്ങുക. ബാക്കിയുള്ള എല്ലാ ടച്ചിലും നമുക്ക് ടീച്ചർ ആവണം എന്നുള്ള ചിന്ത തന്നെ എന്ത് ചെയ്യണം, വരണം. പിന്നെ എപ്പോഴെങ്കിലും വായിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക. പിന്നെ ധൃതി പിടിച്ച് ആരും എന്ത് ചെയ്യണ്ട, ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വന്ന്, ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നു, ഇന്ന് സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു, ഞാൻ ഇന്ന് തന്നെ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആ ലെവലിലൊന്നും എന്ത് ചെയ്യണ്ട, അത്ര ശുഷ്കാന്തി ഒന്നും വേണ്ട. എന്തുകൊണ്ടാണെന്നറിയോ, മുമ്പ് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്ലൈ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, എന്റെ കാറ്റഗറി 2 കാണിച്ചപ്പോ തന്നെ അപ്ലൈ നൗ എന്ന് കാണിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു.
എന്ന് പറഞ്ഞിട്ട് കുറെ ടീമുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി 2 എന്ന് കാണിച്ചിട്ട് ആ യോഗ്യത വെച്ച് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ലിസ്റ്റ് വന്നാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യൂല, നിങ്ങൾ അപേക്ഷാ സമയത്ത് കാറ്റഗറി 3 ഉള്ളതായിട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് ലിസ്റ്റിലും വന്നിട്ട് കാറ്റഗറി 3 ഉണ്ടാവുകയും ചെയ്തിട്ട് അത് സെലക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പണി പോളും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ധൃതി പിടിച്ചിട്ടൊന്നും, നമുക്ക് സമയമുണ്ട്. നമ്മളെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളെ പ്രൊഫൈൽ എല്ലാം ഓക്കെ ആണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനിയോ നമ്മുടെ BSc ജോഗ്രഫി എടുത്തിട്ട് B.Ed ജോഗ്രഫി എടുത്ത ആളുകൾക്ക് ഇനെലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതൊരു 10 ദിവസത്തിന്റെ ഉള്ളിൽ PSCയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്ന് കാത്തിരിക്കുക. അല്ലെങ്കിൽ വൈ ഐ ആം ഇനെലിജിബിൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈക്വലന്റ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഏതാണ് ഈക്വലന്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് BSc ജോഗ്രഫി പ്ലസ് B.Ed അല്ലെങ്കിൽ MSc ജോഗ്രഫി പ്ലസ് B.Ed എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈക്വലന്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. M.Ed മതി, സെറ്റിന് ഈക്വലന്റ് ആണ്. M.Ed സെറ്റിന് ഈക്വലന്റ് ആണ് കേട്ടോ. സെറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സെറ്റ് മതി, സെറ്റോ നെറ്റോ കേട്ടറ്റിന് പകരം ഈക്വലന്റ് ആണ്, ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. M.Ed, M.Phil, സെറ്റ്, നെറ്റ്, ഇനിയിപ്പോ PhD ഉണ്ടെങ്കിൽ PhD അതായാലും മതി കേട്ടോ. ഇന്റർവ്യൂവിന് അങ്ങനെ M.Com പുറത്താകും എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് PSCയിൽ വിളിച്ചപ്പോഴും അങ്ങനെ ഒരു മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴും അവർ പറഞ്ഞത് M.Com സോഷ്യൽ സയൻസിന് അപ്ലൈ ചെയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞത്. പൊളിറ്റിക്സുകാർക്കും ഇനെലിജിബിൾ ആണോ? അപ്പോ അവരും എന്ത് ചെയ്യേണ്ടി വരും, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു എന്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നോക്കാം. മാറ്റം വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം. ഡിസ്ട്രിക്റ്റിൻ്റെത് നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്വന്തം ഡിസ്ട്രിക്റ്റ് വെച്ച് കൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്റ്റ് കേട്ടോ. സ്വന്തം ഡിസ്ട്രിക്റ്റ് പ്ലസ് തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്റ്റ്. ഇപ്പൊ ആലപ്പുഴക്കാരാണെന്ന് വിചാരിക്കുക. ആലപ്പുഴ അത്ര വലിയ നിയമന സാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അവിടെ നിയമനം വളരെ കുറവാണ്, സ്കൂളുകളും കുറവാണ് എന്നുള്ളത് കൊണ്ട് തൊട്ടപ്പുറത്തേക്ക് ഇപ്പൊ ഇനി കൊല്ലത്തേക്കോ തിരുവനന്തപുരത്തേക്കോ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് നോക്കിയിട്ട് വെക്കുക കേട്ടോ. അത് നോക്കിയിട്ട് വെക്കുക. ഇപ്പൊ മലപ്പുറം എന്ന് പറയുന്നത് അത്യാവശ്യം കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ ഇനിയിപ്പോ പാലക്കാടും തൃശ്ശൂരും വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നമുക്ക് ജോലി കിട്ടിയിട്ട് പിന്നെ ഒരുപാട് ദൂരെ പോയി പെട്ടു എന്നുള്ള അവസ്ഥയാവരുത്. ഒരുപാട് കാലം എടുക്കും കേട്ടോ. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം എടുക്കും. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2012 എൻ്റെ നാട്ടിലേക്ക് ഒരാള് ബയോളജി ടീച്ചറായിട്ട് വന്നു. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു എന്ത്, 3 വർഷം മാക്സിമം ഞാൻ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞ് ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ വരുമ്പോൾ ഞാൻ എവിടേക്ക് പോകും, നാട്ടിലേക്ക് പോകും. ഇപ്പൊ 2021 ആളിതുവരെ പോയിട്ടില്ല കേട്ടോ. ഇപ്പൊ 2021 ആളിതുവരെ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. കാരണം ചാൻസ് ആയിട്ടില്ല. അപ്പൊ ആ പേരും പറഞ്ഞിട്ട് 3 വർഷം കൊണ്ട് തിരിച്ചു പോവാം എന്ന് പറഞ്ഞിട്ട് ഇരുന്നാല് നടന്നോണം എന്നില്ല. ഇത് ഈ ഒരു ടീച്ചർ ഇവിടെ വൈഫ് വേറൊരു ടീച്ചറാണ്. ആ ടീച്ചർ കണ്ണൂര് ആ ഭാഗത്ത് എവിടെയാണ്, മോന് ആലപ്പുഴ ജില്ലയിൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അമ്മ കണ്ണൂർ ജില്ലയിൽ ടീച്ചറാണ്, അച്ഛൻ പാലക്കാട് ജില്ലയിൽ ടീച്ചറാണ്, മകൻ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ആലപ്പുഴ ജില്ലയിൽ പഠിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്വന്തം ജില്ല പ്ലസ് നിങ്ങൾക്ക് മാറണമെങ്കിൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിക്കോ. അതിൽ കൂടുതൽ എന്ത് ചെയ്യണ്ട, പോവണ്ട കേട്ടോ. കാറ്റഗറി 2 കാറ്റഗറി 3 സെറ്റ് ഉള്ളവർ ആ ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഈക്വലന്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈക്വലന്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പൊ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഇനി HSIന്റെ അടുത്ത ഘട്ടം, അതായത് വിത്ത് സബ്ജക്ട് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യും, അൺഅക്കാഡമി പ്ലസിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഈ മാസം ലാസ്റ്റോട് കൂടെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഒരു 20ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ആൾറെഡി ചെയ്ത ഒരു ക്ലാസ് ഇതാണ്.
5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് SCRT ആണ് ആൾറെഡി തീർത്തത്. അവിടെ ബാക്കി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സബ്ജക്ട് വൈസ് നമ്മൾ ഈ പറഞ്ഞ സിലബസ് വൈസ് ഉണ്ടല്ലോ, സിലബസ് വൈസ് കംപ്ലീറ്റ് സബ്ജക്റ്റ് ആയിട്ട് ഓരോന്നായിട്ട് തീർക്കുന്നതാണ് അടുത്ത് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്യാം. പിന്നെ NCERT ടെക്സ്റ്റ് ഒന്നും എന്ത് ചെയ്യണമെന്നില്ല, അത്രയും കടന്ന് ഇതിലേക്ക് നോക്കണം എന്നില്ല. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ആൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഡീപ്പായിട്ട് നമ്മൾ തരുന്നുണ്ട്. അതുകൊണ്ട് NCERT പോവണ്ട, കാരണം നിങ്ങൾ പഠിപ്പിക്കുന്നത് SCERT ആണ് കേട്ടോ. ഡിസ്ട്രിക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, എന്ത് നമ്മൾ കൊടുത്ത ഡിസ്ട്രിക്റ്റിലാണ് വരിക അപ്പോയിന്റ്മെന്റ് വരിക കേട്ടോ. കൊടുത്ത ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുക അപ്പോയിന്റ്മെന്റ് വരിക. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ അഥവാ പ്ലസ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലത് 1 ഇയർ എടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 മാസം എടുത്തിട്ട് പിന്നെ 3 മാസമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾ ചാർജ് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ 1 ഇയറിന്റെ മേലെ ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് സൗകര്യം പോലെ എന്ത് ചെയ്യാം, എടുക്കുകയാണെങ്കിൽ ബെറ്റർ ഏതാണ്, 1 ഇയർ എടുക്കുന്നതായിരിക്കും. കാരണം മുമ്പ് HSIക്ക് ചെയ്ത ആളുകൾ 3 മാസം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3 മാസം വീണ്ടും എടുക്കേണ്ട ആ ഒരു ലെവലിലേക്ക്. അപ്പത്തേക്ക് 1 ഇയറിന്റെ മുകളിൽ ചാർജും പോകും. പക്ഷെ എത്ര കിട്ടുള്ളൂ, 6 മാസം കിട്ടുള്ളൂ. എന്തായാലും എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 8 മാസം നമ്മൾ മുന്നിൽ കാണണം. ഇനി നീണ്ടു പോയാൽ മാക്സിമം എത്ര, ഒരു 1 ഇയറിലേക്ക് കേട്ടോ. എക്സാം ഡിസ്ട്രിക്ട് വൈസ് അല്ല, എക്സാം ഒറ്റ പരീക്ഷയായിരിക്കും. പക്ഷേ ലിസ്റ്റ് എന്തായിരിക്കും, ലിസ്റ്റ് ഓരോ ജില്ലക്കായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ പാലക്കാടിന്റെ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 56 മാർക്ക്, മലപ്പുറത്തിന്റെ കട്ട് ഓഫ് ഒരു 59 മാർക്ക്, ആലപ്പുഴയുടെ കട്ട് ഓഫ് 47 മാർക്ക്. ഇങ്ങനെ ഈ ഒരു റേഞ്ചിൽ ഒറ്റ പരീക്ഷ നടത്തിയിട്ട് ഓരോ ജില്ലയുടെ കട്ട് ഓഫ് ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാവും. ഫുള്ള് ജില്ലയുടെ കട്ട് ഓഫ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു തരാം, അത് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്തു തരാം, ഇട്ടുതരാം. ഓക്കെ, അപ്പൊ 14 മന്ത് കിട്ടും. അപ്പൊ 14 മന്ത് കിട്ടും കേട്ടോ. 2 മന്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അപ്പൊ 14 മന്ത് കിട്ടും. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവിലേക്കൊന്നും ഇപ്പൊ സാധ്യതയില്ല. ഒന്നാമത് നിങ്ങൾക്ക് അറിയാലോ, സാഹചര്യം എന്ന് പറയുന്നത് അത്രയും ഒരു പരീക്ഷ തന്നെ എങ്ങനെയെങ്കിലും നടത്തിയാൽ മതി എന്നുള്ള ലെവല്. അപ്പത്തേക്ക് 2 പരിഷ്കാരമൊക്കെ കൊണ്ടുവന്ന് തുഗ്ലക് പരിഷ്കാരമായി പോയി. അപ്പൊ അതുകൊണ്ട് അതൊന്നും എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കണ്ട. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയല്ലേ, നമുക്ക് എന്ത് മാറും എന്നൊന്നും എന്ത് ചെയ്തുകൂടാ, അറിഞ്ഞുകൂടാ. അപ്പൊ ജൂലൈയിൽ 3ാം തരംഗം എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അപ്പത്തേക്ക് എന്ത് ചെയ്യുന്നു, പ്രളയം ഓഗസ്റ്റ് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2-3 വർഷമായിട്ട് ഇപ്പൊ നമുക്ക് ഓഗസ്റ്റ് പ്രളയം ബുക്ക് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് കാലഘട്ടത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എങ്ങനെ പെരുമാറും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനിടയിൽ സഹിക്കേണ്ടി വരും. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, HSI എന്ന് പറയുന്നത് വലിയ പാല് കയറാ മലയൊന്നുമല്ല. ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തുള്ളൂ, ഒരു ജില്ലയിൽ 1000 ആൾക്കൊന്നും എന്ത് ചെയ്യൂല, അപ്പോയിന്റ്മെന്റ് കിട്ടൂല. അതെന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതിന് ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. പിന്നെ അവനവന്റെ കാറ്റഗറി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റുന്ന, തൊട്ടപ്പുറത്തുള്ള ജില്ലയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, കൊടുക്കാം കേട്ടോ. പിന്നെ നിയമന നിലയും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അതിന്റെ ഒരു ടേബിൾ ഞാൻ എന്ത് ചെയ്തു തരാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഒരു ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതായത് മുമ്പത്തെ നിയമന നില എങ്ങനെയാണ്, ഓരോ ജില്ലകളിലും കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്തു തരാം, ഗ്രൂപ്പിൽ ഇട്ട് തരാം, സോഷ്യൽ സയൻസിന്റെ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. എന്തായാലും അടുത്ത സ്റ്റേജ് HSIന്റെ ക്ലാസ് ജൂൺ 20 ഏകദേശം ആരംഭിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഞാൻ പറഞ്ഞു, ബേസ് എന്താണ്, നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് SCERT ആണ്. അതിന് നമ്മൾ എലാബറേറ്റ് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഹിസ്റ്ററിക്കാരാണെങ്കിലും ജോഗ്രഫിക്കാരാണെങ്കിലും എക്കണോമിക്സുകാരാണെങ്കിലും എല്ലാവർക്കും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് HSI എന്ന് പറയുന്നത്. ടീച്ചർ ആയിട്ടേ ഞാൻ ഇനി നിൽക്കുള്ളൂ എന്നുള്ളൂ. +2ന്റെ നോക്കണം എന്നില്ല. +2ന്റെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണ്ട, കയറി പോകേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ അതിലെന്ന് പറയുന്നത് ഈ ലെവലിലല്ല, കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ടെറ്റിന്റെ വെരിഫിക്കേഷൻ ഒന്നും കഴിയണ്ട, നമ്മൾ യോഗ്യത കിട്ടിയാൽ പോരെ. LDC ആൾറെഡി പഠിക്കുന്നവരാണെങ്കിൽ ഒരു പ്രയാസമില്ല. അവർക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ SCERT തന്നെയാണ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത്, അവിടെ നോക്കുന്നത് കേട്ടോ.
പിന്നെ റാങ്ക് ഫയൽ ആയിട്ട് വാങ്ങണം എന്നൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഒരിക്കലും പറയൂല. കാരണം HSA എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരു റാങ്ക് ഫയല് വാങ്ങിയാലും നിങ്ങൾ പിന്നെയും പരതിക്കൊണ്ടിരിക്കും. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? പരതിക്കൊണ്ടിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പോ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അതിലത്തെ മെത്തഡോളജി അല്ലെങ്കിൽ അതിലത്തെ പെഡഗോജി എന്ത് ചെയ്യുന്നില്ല, സെന്റൻസ് വായിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ആരായി? എന്നാ പിന്നെ പെഡഗോജിയും മെത്തഡോളജിയും ഞാൻ വേറെ നോക്കാം. അപ്പൊ അത് അങ്ങോട്ടേക്കായി. പിന്നെയോ ഇതിലത്തെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ വല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആയി പോവും. അതുകൊണ്ട് ഇത്രയും സാമ്പത്തിക ശാസ്ത്രം എനിക്ക് ആവശ്യമില്ല. അപ്പൊ ഇതെനിക്ക് എന്ത് ചെയ്യണം? HSAക്ക് വേണ്ടിയിട്ട് വേറെ നോക്കേണ്ടി വരും. ഇങ്ങനെ ഒരു പുസ്തകം കയ്യിൽ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പലയിടത്തും കൂടെ ഓടേണ്ട അവസ്ഥ. ആ ഓടേണ്ട അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? നോക്കിയവർക്ക് അറിയാം, ഓൾറെഡി നോക്കിയവർക്ക് അറിയാം. LP UPക്കൊക്കെ ഇതേപോലെ ഇതും വാങ്ങി വെച്ചിട്ട് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്ത് പഠിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന സൈക്കോളജി, പെഡഗോജി എന്ന് പറയുന്ന സാധനം ഒരു പുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാവുമോ? നമുക്ക് നോർമൽ മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം എന്ത് ചെയ്യൂല, മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവില്ല. നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറയുന്ന സാധനം, മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ ഇതെന്താണാവോ സംഭവം എന്നുള്ളൊരു ലെവലിൽ നമുക്ക് ഒരു പിടിയും കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് വേണ്ടത് മാത്രം നോട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്കി എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സോഷ്യൽ സയൻസിന്റെ പ്ലസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ റെഫറൽ കോഡ് ചോദിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൻസൂർ ലൈവ് എന്നുള്ളത് സ്പെഷ്യൽ ക്ലാസ്സിനാണെങ്കിലും അതേപോലെ തന്നെ പ്ലസ് ക്ലാസ്സിനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് പെഡഗോജി, മെത്തഡോളജി എന്തിലായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, തുടങ്ങുക കേട്ടോ. നന്നായിട്ട് തുടങ്ങുക. നന്നായിട്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എപ്പം അവസാനിപ്പിക്കുക? പരീക്ഷയോടൊപ്പം അവസാനിപ്പിക്കുക. അല്ലാതെ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യരുത്, അവസാനിപ്പിക്കരുത്. ഇതിന്റെ ഇടയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും. പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ വീട്ടിലെ, ഒന്നാമത് ലോക്ക്ഡൌൺ സമയമാണ്, അവർക്ക് ലോഡ് കൂടുതലാണ്. ആൺകുട്ടികൾക്ക് അത്രത്തോളം എന്തില്ല, ലോഡ് ഇല്ല. അപ്പൊ ആൺകുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. പെൺകുട്ടികൾ എന്ത് ചെയ്യുക, ഒരിക്കലും ഈ ഉള്ള പണിയെ, വീട്ടിലെ പണിയെ ഒരിക്കലും പ്രാകരുത്. കുട്ടികളെയും പ്രാകരുത്. എനിക്ക് പഠിച്ച് ടീച്ചറും ആവണം, ഈ പണി എടുക്കണം എന്നുള്ളൊരു ലെവലിൽ എന്ത് ചെയ്യരുത്, കുട്ടികളെ പ്രാകരുത്. ഇതിന്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കുക. ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് തുടങ്ങുക കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തുതരാം, ഇട്ടുതരാം. ഓക്കെ, ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. ഡേറ്റ് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഉള്ളത് എനിക്ക് ഏകദേശം ഒരു 20-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അപ്പത്തേക്ക് എനിക്ക് ആ ബാക്കിയുള്ളതൊക്കെ ഒന്ന് തീർക്കാനുള്ളത്. കാരണം ഞാൻ 2-ൽ കൂടുതൽ ക്ലാസ് ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ എടുക്കുന്നില്ല. അപ്പൊ ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. ഡിസ്ട്രിക്റ്റിനെ ഞാൻ ഇട്ടുതരാം.